ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ആകെ 3 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. 2800 സംതിങ് ആയി. ഇപ്പം നമ്മളിപ്പം മെട്രോയുടെ താഴെ വൈറ്റിലയിൽ വന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്തു, കാരണം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം 4 മണിയൊക്കെ ആയി. ഞാനിവിടെ വന്നിട്ട് ഓഫ് ചെയ്തു, കാരണം അല്ലെങ്കിൽ വീണ്ടും അടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. ഇപ്പം പുതിയൊരു സീൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പം നേരത്തെ നമ്മൾ ആൾക്കാർ ചെയ്യുന്നതാണ് ക്യാൻസൽ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എടുക്കാതിരിക്കുമായിരുന്നു ട്രിപ്പ്. ഇപ്പോൾ ആൾക്കാരിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ക്യാൻസലേഷൻ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ട്രിപ്പ് കുറയുന്നതുകൊണ്ട് ആൾക്കാരിപ്പം ചെയ്യുന്നൊരു കാര്യമാണ്, ട്രിപ്പ് എല്ലാം എടുക്കും, പക്ഷെ മനഃപൂർവ്വം ഡിലേ ആക്കി അവരെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കുന്നൊരു പരിപാടി ആൾക്കാരിപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി തൊട്ട് അത് നടക്കത്തില്ല. എനിക്കിപ്പോൾ നോട്ടീസ് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ട്രിപ്പ് എടുക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയോ, നമ്മൾ മനഃപൂർവ്വം ഡിലേ ആയി അവർ ക്യാൻസൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ ഇപ്പോൾ അങ്ങനെ സംഭവിച്ചു. ശരിക്കും ഞാനങ്ങനെ ഇൻറ്റൻഷനിൽ ചെയ്തതല്ല. എൻ്റെ കൂടെ കസ്റ്റമർ ഉണ്ടായിരുന്ന കസ്റ്റമർ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ആ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് പകരം അവർക്ക് അതിൻ്റെ അപ്പുറത്തിറങ്ങണമെന്ന് പറഞ്ഞു. രാവിലെ 2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി. അപ്പം അവിടെ ഞാൻ കൊണ്ടിറക്കിയപ്പോൾ ആദ്യമായി ആളെ ഇറക്കുന്നതിന് മുന്നേ തന്നെ ഇടയ്ക്ക് തന്നെ എനിക്ക് രണ്ടാമത്തെ ട്രിപ്പും വന്നായിരുന്നു. അപ്പം ഞാൻ ഇവർ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി മുന്നേ കൊണ്ടാക്കി അവിടുന്ന് പൈസ മേടിച്ച് വരുന്ന സമയത്ത് അവർ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് റിപ്പീറ്റായിട്ട് രണ്ടാമത്തെ പ്രാവശ്യവും അതുപോലെ തന്നെ ഒരു ക്യാൻസലേഷൻ വന്നു. ഞാൻ ക്യാൻസൽ ചെയ്തതല്ല, അവരായിട്ട് ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ആ നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്നാകെ 3 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. രാവിലെ വീട്ടിൽ നിന്ന് പോന്നു ഉദയംപേരൂരൊക്കെ ആയപ്പം ഒരു ചെറിയ ട്രിപ്പ് കിട്ടി. ആ ട്രിപ്പ് പേട്ടയിൽ കൊണ്ടിറക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുമ്പളങ്ങി റമദ റിസോർട്ടിലേക്കൊരു മിൽമേഡ് അവിടുന്ന്, തൃപ്പൂണിത്തുറ മിൽമേഡ് അവിടുന്ന് ഒരു ട്രിപ്പ് കിട്ടി. കുമ്പളങ്ങിയിൽ അവിടെ അവരെ ഇറക്കി, റമദയിൽ ഇറക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം അടുത്ത ട്രിപ്പ് വന്നു. അത് ലോങ് ആയിരുന്നു. കോട്ടയം ഇല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലം. 1200 സംതിങ് രൂപയായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ട്രിപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏണിങ്സ്. 2800 രൂപ ഇന്നിപ്പം ആയിട്ടുണ്ട്. ആകെ 4 ട്രിപ്പ് എടുത്തുള്ളൂ. ആദ്യത്തെ ട്രിപ്പ് ഒരു ചെറിയ ട്രിപ്പായിരുന്നു. ആദ്യത്തെ ട്രിപ്പ് ഉദയംപേരൂരിൽ നിന്ന് പേട്ടയിലേക്കായിരുന്നു, മെട്രോയിലേക്ക്. അവിടുന്ന് പിന്നെ വരുന്ന വഴിക്ക് തന്നെ ഒരു തൃപ്പൂണിത്തുറ മിൽമയിൽ നിന്ന് അരൂരേക്ക് കിട്ടിയായിരുന്നു. അപ്പം ഇപ്പോൾ പുതിയൊരു നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ട് നമ്മളിപ്പം യൂബറിൽ പണ്ടത്തെ ഉടായ്പൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. പണ്ട് നമ്മൾ ട്രിപ്പ് ക്യാൻസലേഷൻ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് ബ്ലോക്ക് ആകുന്നതുകൊണ്ട് ട്രിപ്പ് നമ്മൾ അങ്ങനെ ക്യാൻസൽ ചെയ്ത് പുതിയ ഒരു ട്രിക്ക് നമ്മൾ കണ്ടുപിടിച്ചതാണ്. എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, മനഃപൂർവ്വം ട്രിപ്പ് അവരെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ട്രിപ്പ് ക്യാൻസലേഷൻ റേറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ മനഃപൂർവ്വം അവിടെ തന്നെ കിടക്കും, പോകാതിരിക്കും. പക്ഷേ ഇനി തൊട്ട് ആ ഉടായ്പ നടക്കത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണിയാണ്. കാരണം ഇപ്പോൾ എനിക്കൊരു നോട്ടീസ് കൊണ്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. വീട്ടിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ ഇന്നിപ്പം എൻ്റെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇന്ന് ആദ്യമായിട്ട് ഈ 2 ചെറിയ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുമ്പളങ്ങി റമദ, ഈ അരൂര് റമദയിലേക്കായിരുന്നു എനിക്ക് ആദ്യത്തെ ട്രിപ്പ്. ആ ട്രിപ്പ് കഴിഞ്ഞ് അവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഉടനെ കോട്ടയം ഇല്ലിക്കലേക്ക് അരൂരിൽ നിന്ന് പിക്കപ്പ് പോയിൻ്റ് അരൂരായിരുന്നു. അരൂരിൽ നിന്ന് നേരെ കോട്ടയത്തേക്കായിരുന്നു. കോട്ടയത്തേക്ക് പോകണ വഴി CNG തീർന്നു. ഒരബദ്ധം പറ്റി. കാരണം CNG ഞാൻ ഇന്നലെ രാത്രി അടിച്ചില്ലായിരുന്നു. പോകുന്ന വഴിക്ക് നിന്ന് അടിക്കാമെന്ന് ഞാൻ ഓർത്തു. പക്ഷേ 2 കസ്റ്റമറും തിരക്കുള്ളതുകൊണ്ട് ഞാൻ അവരുള്ളപ്പോൾ ഞാൻ അടിച്ചില്ല. പക്ഷെ അതൊരു അബദ്ധമായിപ്പോൾ അടിച്ചാൽ മതിയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് കിലോമീറ്ററിൽ നിന്ന് ഇപ്പോൾ പെട്രോൾ തന്നെ ഓടേണ്ടി വന്നു. ആ ട്രിപ്പ് ഇറക്കി കോട്ടയത്ത് അവർ ഇറക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച പോലെ തന്നെ അപ്പം തന്നെ ട്രിപ്പ് എടുത്തു. പക്ഷേ ഇപ്പോൾ പുതിയൊരു നോട്ടീസ് വന്നേക്കുന്നതുകൊണ്ട് അവരെങ്ങാനും ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പണിയാവുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഉടനെ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇന്ന പോലെ വരും, വണ്ടിയുടെ CNG തീർന്നിരിക്കുകയാണ്, വന്ന് ക്യാൻസൽ ചെയ്യരുത്, ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞപ്പോൾ അവർ മര്യാദക്കാരായിരുന്നു കേട്ടോ. അവരത് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഒരു 5-5.5 കിലോമീറ്റർ പിക്കപ്പ് പോയിൻ്റായിരുന്നു. CNG അടിച്ച് ഒരു 10-25 മിനിറ്റ് അവരോട് വെയിറ്റ് ചെയ്തു വരും. അവരെങ്ങാനും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാവും. പിന്നെ എനിക്ക് ഇത്രയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ നോട്ടീസ് കാണിച്ചു തരാം.
നോട്ടീസിൻ്റെ അത് പ്രത്യേകം പറയുന്നുണ്ട്, ഇതൊട്ട് ഔടായ്പൊന്നും നമ്മൾ നടക്കത്തില്ല. ഇതൊട്ട് നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നോട്ടീസ് വരാതിരിക്കാൻ ട്രിപ്പ് എടുക്കുക എന്നുള്ള മാത്രം നിവർത്തില്ല. ട്രിപ്പ് എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് അവരെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ക്യാൻസലേഷൻ നോട്ടീസ് എന്നും പറയാണ്ടോ. പിന്നെ ഒരിക്കലും ആരും ട്രിപ്പ് എടുത്തിട്ട് അവരെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ നോക്കരുത്, നമ്മുടെ ക്യാൻസലേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി. എടുത്തായിരുന്നാലും പ്രശ്നമാണ്, എടുത്തിട്ട് ക്യാൻസൽ ചെയ്യുന്ന പ്രശ്നമാണ്, എടുത്തിട്ട് അവർ ക്യാൻസൽ ചെയ്താലും ഇപ്പോൾ പ്രശ്നമാണ്. ഇത് ശരിക്കും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ചില കസ്റ്റമർ കയറിയിട്ട് അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് അവർ ഇറങ്ങത്തില്ല. അവർക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ അവർ പറയും, വേറെ സ്ഥലത്തേക്ക് പോകാൻ അവർ പറയും. അതാണ് ഒരു പ്രശ്നം. പക്ഷേ യൂബറിന് അതൊന്നും പ്രശ്നമില്ല. യൂബർ നമുക്കിട്ടാണ് ആ പണി വരുന്നത്. എപ്പോഴും കസ്റ്റമറെ അവർ സെക്യൂർ ചെയ്യും, നമുക്കിട്ടാണ് അവർ പണി മൊത്തം തരുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.